നമ്മുടെ തലമുടി എന്നത് മുഖത്തിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ മുൻപേ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ തലമുടി ഇരട്ടി വേഗത്തിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ തലമുടിയുടെ വളർച്ച തീരുമാനിക്കുന്ന 3 പ്രധാനപ്പെട്ട മെത്തേഡ്സിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇത് പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ തലമുടി കൂടുതൽ കട്ടിയേറിയതും ശക്തിയുള്ളതുമായി തീരുന്നതാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ, ഹെയർ തിന്നിങ്, റെസീഡിങ് ഹെയർ ലൈൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമേ തന്നെ നിങ്ങളുടെ മുടി ഇരട്ടി വേഗത്തിൽ വളർത്തുവാൻ സഹായിക്കുന്ന ആ 3 ഹൈലി എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ച് സംസാരിക്കാം. ഈ മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് തലമുടിയുടെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാവുന്നതാണ്. നമ്പർ 1, നിങ്ങളുടെ തലമുടി വളർത്തുന്നതിന് സഹായിക്കുന്ന ആദ്യത്തെ മെത്തേഡാണ് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിൽ കോഫി മാസ്ക് അപ്ലൈ ചെയ്യുക എന്നത്. നിങ്ങൾ നിങ്ങളുടെ തലമുടി നല്ല രീതിയിൽ വളർത്തുവാനും നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ തിക്കാക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഫി മാസ്ക് ഒരു മികച്ച മാർഗമാണ്. കാരണം കോഫി എന്നത് നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുമാത്രമല്ല, കോഫിയുടെ ഉള്ളിൽ നല്ലൊരു ശതമാനം കഫീനും അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നിങ്ങളുടെ തലയൊട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. അതുവഴി നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് നിങ്ങളുടെ തലയൊട്ടിയിലേക്ക് കൂടുതൽ മികച്ച രീതിയിൽ എത്തുന്നു. അങ്ങനെ നിങ്ങളുടെ തലമുടി കൂടുതൽ വേഗത്തിൽ വളരുകയും ചെയ്യുന്നു. ഇനി കോഫി മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത്? അതിനായി ഒരു ചെറിയ പാത്രത്തിൽ 2 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുക. ഇവ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം തലയൊട്ടിയിൽ നല്ലവണ്ണം തേച്ചു പിടിപ്പിക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം 2-3 മണിക്കൂർ അതങ്ങനെ തന്നെ തലമുടിയിൽ വെച്ചേക്കുക. 3 മണിക്കൂറിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് തലമുടി കഴുകി വൃത്തിയാക്കുക. ഈ കോഫി മാസ്ക് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ തലമുടിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ മുടി വളർച്ചയിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം കുറച്ചു നാൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 2, തലമുടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന രണ്ടാമത്തെ മാർഗ്ഗമാണ് ഹോട്ട് ടവൽ ടെക്നീക്ക്. തലമുടി ഇരട്ടി വേഗത്തിൽ വളർത്തുന്നതിനായുള്ള ഏറ്റവും എഫക്റ്റീവും പോപ്പുലറുമായിട്ടുള്ള മെത്തേഡാണിത്. ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ എടുക്കണം. അത് ചെറുതായിട്ട് ചൂടാക്കുക. അതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കുക. ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം സ്കാൽപ്പിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയും 4-5 മിനിറ്റ് നേരത്തേക്ക് മസാജും ചെയ്യുക. ഇതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കുക. അതിലേക്ക് വൃത്തിയുള്ള ഒരു ടവൽ ഇടുക. ടവൽ പുറത്തെടുത്ത് അതിലുള്ള എക്സ്ട്രാ വെള്ളം പിഴിഞ്ഞു കളയുക. അതിനുശേഷം ആ തോർത്ത് തലയിൽ 30 മുതൽ 40 മിനിറ്റ് വരെ പൊതിഞ്ഞു വെക്കുക. ഈ ഹോട്ട് ടവൽ ടെക്നിക്കിലൂടെ നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിച്ച എണ്ണയുടെയും വൈറ്റമിൻ ഇയുടെയും മിശ്രിതം തലയൊട്ടിയിലേക്ക് വളരെ നന്നായി ആഗിരണം ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങളുടെ തലമുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഈ ഹോട്ട് ടവൽ ടെക്നിക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തലമുടി ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്നും അഴുക്കും എക്സ്ട്രാ ഓയിലും കളയാൻ സാധിക്കും. അതിനുശേഷം തലമുടി ഹൈഡ്രേറ്റും മോയ്സ്ചറൈസ്ഡും ആകാനായി ഒരു കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ തലമുടിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ, തലയോട്ടിയിൽ ഉപയോഗിക്കുവാൻ പാടില്ല. ഹോട്ട് ടവൽ ടെക്നിക്ക് ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കുന്നതിലൂടെ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നിങ്ങളുടെ തലമുടി വളർച്ചയിലും അതിൻ്റെ ക്വാളിറ്റിയിലും മികച്ച വ്യത്യാസം കാണുവാൻ സാധിക്കും. നമ്പർ 3, മുടി വളർച്ചയോടൊപ്പം നിങ്ങളുടെ ആരോഗ്യത്തിനെയും ഇംപ്രൂവ് ചെയ്യുന്ന മൂന്നാമത്തെയും അവസാനത്തെയും മെത്തേഡാണ് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നത്. നല്ല രീതിയിലുള്ള ജീവിതശൈലി പിന്തുടരുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തലമുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായാലും മുഴുവൻ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായാലും മികച്ച ജീവിതശൈലിയിലൂടെ അത് സാധിക്കും. മികച്ച ജീവിതശൈലി പിന്തുടരുന്നതിനായി പല കാര്യങ്ങളെപ്പറ്റിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പിന്തുടരുന്നുവെങ്കിൽ മുടി വളർച്ചയിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണുവാൻ സാധിക്കും. ഇനി ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഡയറ്റ്. നമ്പർ 2, വാട്ടർ ഇൻടേക്ക്. നമ്പർ 3, ഹെയർ കെയർ ടിപ്സ്. ആദ്യമേ തന്നെ ഡയറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. തലമുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായും അതിൻ്റെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനായും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ബയോട്ടിൻ, വൈറ്റമിൻസ് തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. തലമുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇവ രണ്ടും. ശരീരത്തിലേക്ക് ഇവ എത്തിക്കുന്നതിനായി ടാബ്ലറ്റ്സിൻ്റെ രൂപത്തിൽ ബയോട്ടിനും മൾട്ടി വൈറ്റമിനും കഴിക്കാവുന്നതാണ്. ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിലൂടെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ തലമുടിയുടെ വളർച്ചയിലും ക്വാളിറ്റിയിലും വ്യത്യാസം കാണുവാൻ സാധിക്കും. മരുന്നുകളിലൂടെ അല്ലാതെ തന്നെ ശരീരത്തിൽ പദാർത്ഥങ്ങൾ എത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുട്ട, നെല്ലിക്ക, ബദാം, ക്യാരറ്റ്,
മഷ്റൂം, സ്പിനാച്ച് തുടങ്ങിയവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഡയറ്റിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദിവസവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ തലയോട്ടിയും ശരീരവും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അത് നിങ്ങളുടെ തലമുടിയുടെ വളർച്ചയെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഘടകമാണ് ഹെയർ കെയർ. ദിവസേന തലമുടി സ്റ്റൈല് ചെയ്യുന്നതിനായി വളരെ കുറച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വലിയ അളവിൽ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മുടി വളരാനുള്ള സർഫസ് അടഞ്ഞു പോകും. അതിലൂടെ മുടി വളർച്ച കുറയും. അതോടൊപ്പം തന്നെ ഹോട്ട് ബ്ലോ ഡ്രയറിൻ്റെ ഉപയോഗവും കുറയ്ക്കേണ്ടതുണ്ട്. കാരണം ഇത് നിങ്ങളുടെ തലമുടിയിൽ സീരിയസ് ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കുന്നു. ഇനി അവസാനമായി റിസീഡിങ് ഹെയർ ലൈൻ, ഹെയർ തിന്നിങ്, ഹെയർ ലൂസ് തുടങ്ങിയ പ്രശ്നങ്ങളെ പറ്റിയും അവയുടെ പരിഹാരങ്ങളെ പറ്റിയും കാണാം. മുടി കൊഴിച്ചിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ദിവസവും 50 മുതൽ 60 വരെ മുടി കൊഴിഞ്ഞു പോകുന്നത് നോർമലായാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തലമുടി കൊഴിഞ്ഞു പോവുകയും നെറ്റ് കയറുകയും അതോടൊപ്പം തന്നെ തലമുടിയുടെ ഉള്ളു കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും റിസീഡിങ് ഹെയർ ലൈൻ, ഹെയർ തിന്നിങ്, ഹെയർ ഫോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാനായി 70 മുതൽ 80% വരെ ചാൻസസ് ഉണ്ട്. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, എന്നാൽ നിങ്ങൾക്ക് ഹെയർ തിന്നിങ്, ഹെയർ ഫോൾ, റിസീഡിങ് ഹെയർ ലൈൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഈ പറയുന്നവയായിരിക്കാം. ഒന്നാമത്തേത്, നിങ്ങളുടെ ശരീരത്തിലെ DHT ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ തലമുടി സ്റ്റൈല് ചെയ്യുവാനായി ഹോട്ട് ബ്ലോ ഡ്രയർ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. നമ്പർ 3, കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നതിലൂടെയും ഉറക്കം കുറയുന്നതിലൂടെയും ന്യൂട്രീഷൻ കുറഞ്ഞ ഡയറ്റ് പിന്തുടരുന്നതിലൂടെയും നിങ്ങൾക്ക് റെസീഡിങ് ഹെയർ ലൈൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിലെ DHT ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദിവസവും പ്രത്യേക അളവിലുള്ള DHT ബ്ലോക്കർ കഴിക്കേണ്ടതാണ്. അനിയന്ത്രിതമായി ഉയരുന്ന DHT ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു പരിധിവരെ ഇത് നിങ്ങളെ സഹായിക്കും. മരുന്നുകളുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങളുടെ DHT ഹോർമോൺ ലെവൽ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തോടൊപ്പം DHT ബ്ലോക്കേഴ്സായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള മുട്ട, വാൾനട്ട്, ഗ്രീൻ ടീ, ആൽമണ്ട്സ്, പംകിൻ സീഡ്സ്, ബനാന തുടങ്ങിയവ കൂടി ഉൾപ്പെടുത്തുക. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതും അവയെ കുറച്ച് കൂടുതൽ കട്ടിയുള്ളതും ശക്തിയുള്ളതുമാക്കി മാറ്റുന്നതിനുള്ള മറ്റൊരു എഫക്റ്റീവ് മെത്തേഡാണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ എന്നത് ഉയർന്ന ബ്ലഡ് പ്രഷറിൻ്റെ പാറ്റേൺ ഹെയർ ലോസിൻ്റെയും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ലിക്വിഡ് ബേസ്ഡും ഫോം ബേസ്ഡുമായിട്ടുള്ള മിനോക്സിഡിൽ ലഭ്യമാണ്. ഭൂരിഭാഗവും 5% സ്ട്രെങ്ത് ഉള്ളവയായിരിക്കും. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മിനോക്സിഡിൻ്റെ 2-3 ഡ്രോപ്സ് തലയിൽ നല്ല രീതിയിൽ വിരലുകൾ കൊണ്ട് മസാജ് ചെയ്ത് പുരട്ടുക. അതിനെ നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിൽ രാത്രി മുഴുവൻ അങ്ങനെ തന്നെ വെച്ചിരിക്കേണ്ടതാണ്. രാവിലെ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തലമുടി കഴുകാവുന്നതാണ്. മിനോക്സിഡിൽ നിങ്ങളുടെ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതിലൂടെ നിങ്ങൾ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നിങ്ങളുടെ മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മെത്തേഡ് വളരെയധികം എഫക്റ്റീവാണ്. എന്നിരുന്നാലും ഇതിന് സ്കിൻ ഇറിറ്റേഷൻ, ഇച്ചിനെസ് തുടങ്ങിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിനോക്സിഡിൽ ഉപയോഗിക്കുന്നതിന് മുൻപായി ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.